നാഡീ ഞരമ്പുകളിലൂടെ കയറിയിറങ്ങുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമിൻക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളിലും പിശാചിന്റെ സാന്നിധ്യമുണ്ടോ, കയറിയിറങ്ങുന്നുണ്ടോ? അവിടെന്ന് പറഞ്ഞു, വമിന്നീ, എന്റെ ദേഹത്തുകൂടിയും പിശാച് കയറിയിറങ്ങുന്നുണ്ട്. വലാകിന്നല്ലാഹ ആനനി അലൈഹി ഫഅസ്ലമ, അല്ലാഹു എന്നെ സഹായിച്ചു, എന്റെ ഇബ്ലീസ്, എന്റെ പിശാച് മുസ്ലിമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറയും പോലെ കേൾക്കുന്ന ഇബ്ലീസാണ് എന്റെ ഇബ്ലീസ്. അബൂ ഷമ്മാസിന്റെയും നമ്മുടെയൊക്കെ ഇബ്ലീസ് പറഞ്ഞാൽ കേൾക്കുവോ? പറഞ്ഞ മനസ്സിലായില്ല അല്ലേ? പടച്ചവനെ, ഈ മലപ്പുറം ശൈലിയിൽ ഞാൻ എങ്ങനെയാ പറയുക? കോട്ടയം ശൈലിയിലായി പറഞ്ഞത്. നമ്മുടെ ഇബ്ലീസ് മുസ്ലിം ആയിട്ടില്ലല്ലോ. മുസ്ലിമാക്കാനുള്ള ശ്രമമാണ് ഷെയ്ഖ് മുഹമ്മദ് നവ്വറല്ലാഹു മർഖദഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്, അല്ലേ? നമ്മുടെ ഇബ്ലീസ് ഒന്ന് മുസ്ലിം ആകണം. നമുക്ക് ഉയരാനുള്ള എല്ലാ തടസ്സങ്ങളും ഈ ഇബ്ലീസും ഈ നഫ്സുമാണ് സുഹൃത്തുക്കളെ. വഹാലിബിൻ നഫ്സ വശൈത്താന വഅസിഹിമ, അത് തന്നെ ഇമാം ബൂസരി പറഞ്ഞു. നഫ്സിനോടും ശൈത്താനോടും നീ എതിര് ചെയ്തോ. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായി കിതാബുകളിൽ കാണാം, ഇയ്യാകും വന്നളറ, നിങ്ങൾ ഹറാമായ നോട്ടം നോക്കരുത്. ഫഇന്നഹാ തസ്റഉ ഫിൽ ഖൽബി ശഹവ, അത് ഹൃദയത്തിൽ ശഹവത്ത്, കാമം മുളപ്പിക്കും, വികാരം മുളപ്പിക്കും. വകഫാ ബിഹാ ഫിത്ന, അത് ഫിത്നയ്ക്ക് കാരണവുമാണ്. പടച്ചോൻ കാക്കട്ടെ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി മകനോട് ചെയ്ത ഉപദേശം, സുലൈമാൻ ബിൻ ദാവൂദിനോട് ചെയ്ത ഉപദേശം കിതാബിൽ കാണാം. യാ ബുനയ്യ ഇംശി ഖൽഫൽ അസദി വൽ അസ്വദ്, മോനെ നീ സിംഹത്തിന്റെ പിന്നാലെ നടന്നോ, നീ കരിമൂർഖന്റെ പിന്നാലെ നടന്നോ. വലാ തംശി ഖൽഫൽ മർഅ, നീ ഒരു പെണ്ണിന്റെ പിന്നിൽ നടക്കരുത്. പെണ്ണിന്റെ പിന്നിൽ നടന്നവരൊക്കെ എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, ജോബ് നഷ്ടപ്പെട്ടു, അധികാരങ്ങൾ നഷ്ടപ്പെട്ടു, മന്ത്രി കസേരകൾ നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ കാരണം ആരാ? പടച്ചവനെ, പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി പോകുമ്പോ ഷമ്മാസ് ഉസ്താദിന്റെ നല്ലൊരു പ്രസംഗം കേൾക്കാമെന്ന് ഓർത്ത് വന്നപ്പം മുതൽ ഞങ്ങളെ ഇങ്ങനെ, അല്ലേ? ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളെ അത് പൊന്തിക്കണം, അല്ലേ? ഇൻഷാ അല്ലാഹ് നല്ല പെണ്ണുങ്ങൾ വരുന്നുണ്ട്, അവരെ പറ്റി ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു എന്റെ പെങ്ങന്മാർക്ക് അള്ളാഹു പടച്ചവൻ അവരെല്ലാം കാത്തിരക്ഷിക്കട്ടെ. ഇന്നത്തെ ലോകം, ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഞാൻ ഇന്നലെ എന്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഷമ്മാസിനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാലോ, ഡിഗ്രി സെക്കൻഡ് ഇയറാ. കാരണം കാലഘട്ടം വളരെ മോശമാണ്. 22 വയസ്സായി ഷമ്മാസിന്, എന്റെ മോന്. എത്രയും പെട്ടെന്ന് നമ്മുടെ യുവാക്കളെ പെണ്ണ് കെട്ടിച്ചാൽ ഏറ്റവും നല്ലതാണ്. കാരണം സാഹചര്യം വളരെ മോശമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. എന്താണ് വിവാഹം? അലിയാർ തങ്ങളോട് ചോദിച്ചു. അലിയാർ തങ്ങൾ സരസമായി മറുപടി പറഞ്ഞു, മൻ നിക്കാഹ്, എന്താണ് നിക്കാഹ്? അലിയാർ തങ്ങൾ പറഞ്ഞു, സുറൂറു ഷഹ്രിൻ ഹുമൂമു ദഹ്രിൻ ഖുസൂറു ലഹ്രിൻ ലുസൂമു മഹ്രിൻ. നല്ല സാഹിത്യം ചേർത്ത് പ്രാസം ഒപ്പിച്ചു പറഞ്ഞു. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ സന്തോഷം, ഒരു ആയുസ് മുഴുവനും ദുഃഖം, നടുവ് ഒടിയുന്നു, ചെലവ് വർദ്ധിക്കുന്നു. ശരിയല്ലേ? പെണ്ണ് കെട്ടി നോക്കണം, കാശൊക്കെ തീരും. ഓരോ കല്യാണത്തിനും ഓരോ നെയ്റ്റിയും പർദ്ദയും വാങ്ങിച്ചു കൊടുക്കണം. വേണ്ടേ? ഒരു മാസത്തെ സന്തോഷം, തക്കാരവും അതുപോലെ ടീ പാർട്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങും. പുതിയാപ്പിളെ പൊതിയെന്ന് വിചാരിക്കും, ഇത് തന്നെയാ ജീവിതം. നല്ല, അതൊരു മാസം കൊണ്ട് തീരും. ഈ വിരുന്നും സൽക്കാരവും ഒക്കെ, ഇവിടത്തെ തക്കാരം എന്നാ പറയാ, അല്ലെ മലപ്പുറത്ത്? ഈ തക്കാരമൊക്കെ ഒരു മാസം കൊണ്ട് തീരും. ഈ പൊറോട്ട ഇറച്ചി നൈസ് പത്തിരിയൊക്കെ ഒരു മാസം കഴിയുമ്പോൾ ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യത്തിലേക്ക്, ട്രാക്കിലേക്ക് കടക്കണം. അറിയോ? ഒരു മാസത്തെ സന്തോഷം, സുറൂറു ഷഹ്രിൻ ഹുമൂമു ദഹ്രിൻ, ഈ പെണ്ണിനെ ചുമക്കുന്നതിന്റെ ദുഃഖം ജീവിതം മുഴുവനും. ഖുസൂറു ലഹ്രിൻ, അതാ ചെലവിന് കൊടുക്കാൻ നടുവൊടിയുന്നു. ലുസൂമു മഹ്രിൻ, വിവാഹമൂല്യം നിർബന്ധമാവുകയാണ്, അല്ലെ? വിവാഹമൂല്യം ഇത് അവിടെയാട്ടോ, കടലിന്റെ ഇക്കരെ അവിടെ നിന്ന് ഇങ്ങോട്ടാ കിട്ടുന്നത്. കടലിന്റെ അക്കരെ ആ പെണ്ണിന് അങ്ങോട്ട് കൊടുക്കണം. നമ്മുടെയൊക്കെ നാട്ടിൽ പെണ്ണ് ഇങ്ങോട്ട് തരും, അല്ലേ? തരൂലേ? 12 ലക്ഷത്തിന്റെ എത്തിയോ 100 പവൻ പണ്ടം. പിന്നെന്താ കിട്ടുന്നേ? ഇത് മേടിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കാവോ? ഒന്ന് കൈവക്കാവോ? മേടിച്ചവര് തിരിച്ചു കൊടുക്കാവോ? കിട്ടുന്നത് വാങ്ങിച്ചോ, ഡിമാൻഡ് ചെയ്യണ്ട.
ഡിമാൻഡ് ചെയ്യണ്ട, കിട്ടുന്നത് വാങ്ങിച്ചോ. ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചവരും തിരിച്ചു കൊടുക്കാവോ? വാങ്ങിച്ചവരൊന്നും ഇവിടെ രക്ഷപ്പെട്ടിട്ടില്ല, ബർക്കത്തില്ല. അത് അമ്മോച്ചങ്ങാക്ക എന്ത് പാടുപെട്ടാ തരുന്നത് അല്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ ലൈഫ് പാർട്ട്ണറാണ് നിന്റെ ഭാര്യ, ജീവിത പങ്കാളിയാണ് നിന്റെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാണ്. ഭാര്യയല്ല, സഹധർമ്മിണി, കൂട്ടത്തിൽ പൊറുക്കേണ്ടവൾ. അവളെ നീ തെരഞ്ഞെടുക്കുമ്പോൾ പണത്തിന് പ്രാധാന്യം കൊടുക്കരുത്, സൗന്ദര്യത്തിന് പ്രഥമ പരിഗണന കൊടുക്കരുത്, നീ ആദർശത്തിന് പരിഗണന കൊടുക്കണം. തുൻകഹുൽ മർഅതു ലിഅർബഇൻ, ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടാറുണ്ട്, 4 കാര്യങ്ങൾ പരിഗണിക്കപ്പെടാറുണ്ട്. ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ, അവളുടെ സൗന്ദര്യം, അവളുടെ ഗോത്രം, അവളുടെ ആദർശം, അവളുടെ പണം, സമ്പത്ത്, ഇങ്ങനെ 4 വസ്തുക്കൾ പരിഗണിക്കപ്പെടാറുണ്ട്. നീ ദീനിന് പരിഗണന കൊടുക്കണം, ദീനിന് ആദർശത്തിന് നീ പരിഗണന കൊടുക്കണം, നീ വിജയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ദീനിന് പരിഗണന കൊടുക്കാൻ തൗഫീക്ക് നൽകട്ടെ. സുഹൃത്തുക്കളെ, ചില ആളുകൾ പറയും, ഞാൻ ദീനിന് പരിഗണന കൊടുത്തിട്ടുണ്ട്, പക്ഷെ പിടിക്കുന്ന കൊമ്പ് നല്ല കൊമ്പായിരിക്കും. നല്ല കുടുംബത്തിൽ കയറിയിട്ട് നല്ല സുന്ദരിയായ നല്ല സമ്പന്നയായ പെണ്ണിനെ കെട്ടും, എന്നിട്ട് പറയും ഞാനൊന്നും മേടിച്ചിട്ടില്ലേ എന്ന് പറയുകയും ചെയ്യും. വിളവന്മാര് ഇല്ലേ? ആദർശത്തിന്, ദീനിന് പ്രഥമ പരിഗണന കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ, അള്ളാഹു ആർക്കെങ്കിലും സാലിഹത്തായ ഒരു പത്നിയെ നൽകിയാൽ, സഹധർമ്മിണിയെ നൽകിയാൽ, ഫഖദ് ആനഹു അലാ ശത്രി ദീനി, അവന്റെ ദീനിന്റെ അർദ്ധഭാഗം വിജയിച്ചു, 50% വിജയിച്ചു. ഇനി 50% ബാക്കിയുണ്ട്. നല്ലൊരു പെണ്ണിനെ കിട്ടിയാൽ, സാലിഹത്താണ് നിന്റെ ഭാര്യയെങ്കിൽ, ആരായി സാലിഹത്ത്? 3 ഗുണമുള്ള പെണ്ണ് സാലിഹത്താണ്. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, ഖൈറുൻ നിസാഇ ഇംറഅ, പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണ് ഒരു പെണ്ണാണ്, ഇൻ നളർത ഇലൈഹാ സർറതുക, നീ അവളെ നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം, കടാക്ഷിക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. വഇൻ അമർതഹാ അതാഅതുക, നീ അവളോട് കൽപ്പിക്കുമ്പോൾ അവൾ നിന്നെ അനുസരിക്കണം. നീ അവളുമായി അകലുമ്പോൾ ഹഫിലത്ക ഫീ നഫ്സിഹാ വമാലിക, നിന്റെ ധനവും അവളുടെ ശരീരവും അവൾ സൂക്ഷിക്കണം. ഈ 3 സിഫത്ത് ആർക്കുണ്ടോ ആ പെണ്ണ് സാലിഹത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്താക്കി തരട്ടെ. നമ്മളെയോ എന്റെ ഭാര്യ മാത്രം സാലിഹത്തായ മതി, ഞാൻ എങ്ങനെയും പോകും, അത് പറ്റൂല. നമ്മൾ സാലിഹായി ജീവിച്ചാൽ നമ്മുടെ ഭാര്യ സാലിഹത്തായിരിക്കും. തിരിച്ചു കിട്ടുന്ന 2-3 കാര്യങ്ങൾ പെട്ടതായത്. ഞാൻ വെറുതെ പറഞ്ഞല്ല, അബൂ ഷമ്മാസ് ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല, ഹദീസ് ഞാൻ പറയാം. ബിർറു ആബാഅകും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്തോ. തബറുക്കും അബ്നാഉക്കും, നിങ്ങളുടെ മക്കളും നിങ്ങളോട് പുണ്യം ചെയ്യും. വഇഫു, നിങ്ങൾ പാതിവൃത്യത്തിൽ ജീവിച്ചോ, ഇഫ്ഫത്ത് മുറുകെ പിടിച്ചോ. തഇഫു നിസാഉക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളും ഇഫ്ഫത്ത് മുറുകെ പിടിക്കും. നിങ്ങൾ വേലിയാടാൻ പോയാൽ പെണ്ണുങ്ങളും സൈഡിൽ കൂടെ ഒളിച്ചോടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചില സ്ഥലത്തൊക്കെ ഒളിച്ചോടുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. വഇഫു, നിങ്ങൾ പാതിവൃത്യത്തിൽ ജീവിച്ചോ. തഇഫു നിസാഉക്കും, നിങ്ങളുടെ ഭാര്യമാരും പാതിവൃത്യത്തിൽ ജീവിക്കും. ഭാര്യ സാലിഹത്തായിരിക്കണം. നോക്കൂ, മനഃശാസ്ത്രജ്ഞർ പറയുന്നത് കുടുംബജീവിതം സക്സസ് ആകണമെങ്കിൽ 2 കാര്യം യോജിക്കണം. ഒന്ന്, ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തന്റെ പ്രിയതമന്റെ സ്നേഹമാണ്, ഭർത്താവിന്റെ സ്നേഹം. ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഒരു കെയറിങ്, കെയർ. ഏത് ഭാര്യക്കൊരു തോന്നലുണ്ട്, എന്റെ മച്ചാൻ, എന്റെ ഇക്ക. ഇവിടെ എന്താ മലപ്പുറത്ത് പറയാ ഇക്കാന്നല്ലേ, അതോ മച്ചാനെന്നോ? കോട്ടയത്തൊക്കെ മച്ചാനെന്ന് പറയും. ഇവിടെ എന്താ പറയാ ഇക്ക. ഇക്ക എപ്പോഴും എന്നെ ഒന്ന് അന്വേഷിക്കണം, എന്നെ ഒന്ന് പരിഗണിച്ചാൽ മതി. ഇതാണ് പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി ആണുങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഒരു സപ്പോർട്ട്. ഏത് കാര്യവും നമ്മൾ ആദ്യം ആലോചിക്കുന്ന ആരോടാ? വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയും, എടി എത്ര കാലമായി നമ്മൾ നടക്കുന്ന ഓട്ടോറിക്ഷയിൽ നമുക്കൊരു കാർ വാങ്ങണ്ടേ, ഞാനൊരു ആൾട്ടോ 800 എടുക്കാൻ ഉദ്ദേശിക്കുന്നു,
എന്ന് ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ആൾട്ടോ 800 പോരാ, നമുക്കൊരു വാഗണർ തന്നെ ആയിക്കോട്ടെ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഭർത്താവിനെ. ഭർത്താവ് ഭാര്യ ഒന്ന് പരിഗണിക്കുക. ദാമ്പത്തിക ജീവിതം സക്സസ്, വിജയിച്ചു എന്നാ. പക്ഷെ ഇത് രണ്ടും അടുക്കൂല. മനസ്സിലായില്ലേ? ഇന്ന് ആത്മാർത്ഥമായ സ്നേഹം നമുക്ക് ഭാര്യയോടുണ്ടോ? ഉണ്ടോ? നമുക്ക് ആത്മാർത്ഥമായ സ്നേഹം ഭാര്യയോടുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം. ഒരു ഗൾഫ് സുഹൃത്ത്, അദ്ദേഹം ഗൾഫിലേക്ക് പോയി, നല്ല ജോലിയൊക്കെ കിട്ടി. അടുത്ത പോക്കിന് ഭാര്യനെയും കൊണ്ടുപോയി. ഭാര്യ നല്ല സുന്ദരിയാണ്. അപ്പം ഗൾഫ് ദുബൈ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഒരു അറബി പെണ്ണിനെ കണ്ടു. അറബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അറബി വന്നിട്ട് ഈ മലയാളിയുടെ പറഞ്ഞു, നിന്റെ ഭാര്യ എനിക്ക് തരുമോ? ഞാൻ 100 ഒട്ടകം തരാം എന്ന് പറഞ്ഞു. എത്ര ഒട്ടകം? 100 ഒട്ടകം. അറബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നേ, അതുകൊണ്ട് നേരിട്ട് ചോദിച്ചതാ. 100 ഒട്ടകം തരാം. ഇയാൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്റെ ജീവനാവള്, ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു. ഭാര്യ അപ്പുറത്ത് മാറി നിൽക്കുക. ഭാര്യയുടെ അടുത്ത് തന്നു, പെണ്ണെ എനിക്ക് നിന്നോട് എന്ത് സ്നേഹമെന്നറിയോ? അറബി നിന്നെ ചോദിച്ചിരിക്കുന്നത് 100 ഒട്ടകം തരാമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുവോ? നിങ്ങളെന്ത് മറുപടി പറഞ്ഞു? തരൂല എന്ന് പറഞ്ഞു. നിങ്ങൾ ഉടനെ പറഞ്ഞില്ലല്ലോ, എന്തോ ആലോചിച്ചിട്ടാണല്ലോ പറഞ്ഞേ. അത് നീ കണ്ട? ഞാൻ കണ്ട്. ഞാൻ ആലോചിച്ചതേ 100 ഒട്ടകം എങ്ങനെ കരിപ്പൂർ എയർപോർട്ടിൽ എത്തിക്കും? ഏതായാലും 100 ഒട്ടകത്തെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറക്കാൻ പറ്റൂല, അതുകൊണ്ട് നിന്നെ ഞാൻ കൊടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. നമുക്ക് എന്ത് സ്നേഹമുണ്ട് ഭാര്യയോട്? വല്ല സ്നേഹമുണ്ടോ ഭാര്യയോട്? ഉണ്ടോ? ഇത് തന്നെയാ നേരെ തിരിച്ചും. അവിടെ നിന്ന് ഇങ്ങോട്ടും വലിയ സ്നേഹമൊന്നുമില്ല. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും സ്നേഹം കുറവാ. 2 ദമ്പതികൾ ട്രെയിനിൽ യാത്ര ചെയ്യുക. കുറേ നേരം ട്രെയിനിൽ ഇരുന്നപ്പോൾ ഒരു മുഷിപ്പ്. ഭർത്താവ് എഴുന്നേറ്റ് ആ വാതിലിന്റെ അടുക്കലോട്ട് ചെന്നു. ആ വാതിലെ പിടിച്ച് കാറ്റും കൊണ്ട് യാത്ര ചെയ്യുക. യാദർച്ഛികമായിട്ട് പെട്ടെന്ന് ട്രെയിനിന്റെ ഡോർ, ഭയങ്കര ഡോറല്ലേ, വന്ന് അടഞ്ഞു. ഇയാള് പൊട്ടോന്ന് പറഞ്ഞ് നിലത്ത് വീണു. ട്രെയിൻ മുന്നോട്ട് മൂവ് പോവുക. അപ്പോ ഇവരൊന്നിച്ചിരിക്കുന്നത് കണ്ട മറ്റു യാത്രക്കാർ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ നിന്റെ ഹസ്ബൻഡ്, നിന്റെ പ്രിയതമൻ താഴെ വീണു, ട്രാക്കിൽ വീണു, വണ്ടി പോവുകയാ, നീ ആ ചങ്ങല പിടിക്ക്. അപ്പൊ ഭാര്യ പറഞ്ഞു, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട, 500 രൂപയോ അതിന്റെ മുകളിലോ ഉള്ളത് വീണാൽ വലിക്കാനാണ് ചങ്ങല. ഞാൻ ഇപ്പൊ തൽക്കാലം വലിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? എന്റെ ഭർത്താവിന് 500 രൂപയുടെ പോലും മൂല്യമില്ല എന്നർത്ഥം. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെയുവാ. ഞാൻ ഉദാഹരണം പറഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, യാഥാർത്ഥ്യമാണ്. അള്ളാഹു സാലിഹത്തായ ഭാര്യയെ സെലക്ട് ചെയ്യാൻ പടച്ചോ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നോക്കൂ, കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ്, നമ്മുടെ ജീവിത പങ്കാളിയാണെന്ന് ചിന്തിക്കണം. നമുക്കൊരുപാട് സന്താനങ്ങളെ നൽകേണ്ടവളാണെന്ന് ചിന്തിക്കണം. സാലിഹീങ്ങളായ മക്കളുണ്ടാകണമെന്ന് ചിന്തിക്കണം. അലിയാര് തങ്ങൾ പറഞ്ഞു, ഹമ്മിൻ സആദത്തിൽ മർഇ ഖംസതു അശ്യാ, ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് 5 കാര്യങ്ങൾ. 1 അൻ തകൂന സൗജതുഹു മുവാഫിഖതൻ ലഹു, തന്റെ ഭാര്യ തന്നോട് അനുയോജിക്കുന്നവളാവുക, തനിക്ക് യോജിക്കുന്ന സാലിഹത്തായ പെണ്ണ് ഉണ്ടാവുക. 2ാമത്തത് വ ഔലാദുഹു അബ്റാറാ, തന്റെ മക്കൾ ഗുണവാന്മാരായി മാറുക, അബ്റാറുകളാവുക. വ ഇഖ്വാനുഹു അത്ഖിയാ, തന്റെ സുഹൃത്തുക്കൾ ഭക്തരായി മാറുക, കൂട്ടുകാർ ഫ്രണ്ട്ഷിപ്പ് നന്നായി മാറുക. വജീറാനുഹു സാലിഹീൻ, അയൽവാസികൾ സച്ചരിതരാവുക. വഅയ്യകൂന റിസ്ഖുഹു ഫീ ബലദിഹി, നാട്ടിൽ തന്നെ ഭക്ഷണം കിട്ടുക. ഇത് 5ഉം ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. തനിക്ക് അനുയോജ്യമായ ഭാര്യ 1, മക്കൾ അബറാറുകളാവുക. നോക്കൂ, കള്ള് കുടിച്ച് ഓടയിൽ കിടക്കുന്ന മക്കളെ കിട്ടാതിരിക്കുക, നല്ല സാലിഹ്യങ്ങളായ മക്കളെ കിട്ടുക, ഫ്രണ്ട്ഷിപ്പ് നന്നാവുക, കൂട്ടുകാർ. അനിൽ മർഇ ലാ തസ്അൽ വസ്അൽ അൻ ഖരീനി, ഒരു കവി പാടി, നീ ഒരാളുടെ സ്വഭാവം ചോദിക്കണ്ട, അതറിയണമെങ്കിൽ അയാളുടെ കൂട്ടുകാരൻ ആരാന്ന് അന്വേഷിച്ചാൽ മതി. കൂട്ടുകാരനെ കൊണ്ടൊരു മനുഷ്യന് വിലയിരുത്തപ്പെടും. നോക്കൂ, കുടിയനാണെങ്കിൽ അവനും കള്ളുകുടി തുടങ്ങും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തന്റെ സുഹൃത്തുക്കൾ നല്ല തഖ്വയുള്ളവരാവുക, അയൽവാസികൾ സാലിഹീങ്ങളാകുന്നത് ഭാഗ്യമാണ്. 5ാമത്തത് ഫുഡ് റിസ്ക്, നാട്ടിൽ തന്നെ കിട്ടുന്നത്, നാട്ടിൽ ഭക്ഷണം കിട്ടുന്നത്. നാട്ടിൽ നിന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഗൾഫിലേക്ക് പോ, അബുദാബിക്കോ സൗദിക്കോ. സാഫിറൂ തുർസഖൂ, നിങ്ങൾ സഫർ പോകണം, അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സാലിഹത്തായ ഒരു ഭാര്യയെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സാലിഹത്തിനെ നാം തിരഞ്ഞെടുക്കണം. നോക്കൂ, ചില ആളുകൾ സൗന്ദര്യം നോക്കും,
ചില ആളുകൾ പണം മാത്രം നോക്കും. ദാമ്പത്തിക ജീവിതം വിജയിക്കുവോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫലാ തസവ്വജുൻ നിസാഅ ലിഹുസ്നിഹിന്ന, പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്കി നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദിയഹുന്ന, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചേക്കാം. വലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിന്ന, പെണ്ണിന്റെ സാമ്പത്തിക ഭദ്രത മാത്രം നോക്കി കല്യാണം കഴിക്കരുത്. ഫഅസാ അംവാലുഹുന്ന അൻ തുത്ഗിയഹുന്ന, അവളുടെ സമ്പത്ത് അവളെ അഹങ്കാരിയാക്കിയേക്കാം. വലാകിൻ തസവ്വജൂഹുന്ന അലദ്ദീൻ, നിങ്ങൾ കല്യാണം കഴിക്കണം ആദർശം ദീൻ തഖ്വ നോക്കിക്കൊണ്ട്. വല അമത്തുൻ ഖർമാഉ സൗദാഉ ദാതു ദീനിൻ അഫ്ളലു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വിദ്യാഭ്യാസവും സൗന്ദര്യവും സമ്പത്തുമുള്ള ഒരു പെണ്ണൊരു ഭാഗത്ത്, മറുഭാഗത്ത് ദീനുള്ള അവയവങ്ങളില്ലാത്ത കറുത്ത ഒരു പെണ്ണ് വികലാംഗയാണെങ്കിൽ മുത്ത് റസൂലുള്ള പറയുകയാണ്, വെളുത്ത പെണ്ണിനേക്കാൾ ഈ വികലാംഗയായ കറുത്ത പെണ്ണാണ് ഏറ്റവും ശ്രേഷ്ഠം. കണ്ടോ, ജീവിത വിജയം അവിടെയായിരിക്കും. ജീവിത വിജയം. എത്രയോ ആളുകൾ വലിയ വീട്, സൗന്ദര്യം, കാറ് എല്ലാം ഉണ്ട്, പക്ഷെ പറയും, ഉസ്താദേ അവള് ശരിയല്ല, ഈ വെളുപ്പേ ഉള്ളൂ, ഈ സൗന്ദര്യമേ ഉള്ളൂ. ഇല്ലേ? അള്ളാഹു പടച്ചോൻ നന്നാക്കി തരട്ടെ. 4 കാര്യം കിട്ടി, ആ ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാ 4 കാര്യം? ഞാൻ നിങ്ങളോട് ചോദിക്കാം, 4 കാര്യം കിട്ടിയവർ കൈപൊക്കണം. 4 കാര്യങ്ങൾ മൻ ഉഅതിയഹുന്ന, ആർക്കെങ്കിലും അല്ലാഹു അത് കൊടുത്താൽ, ഖൈറൈ ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈർ അവന്റെ പിന്നാലെ വരും. 1 ലിസാനുൻ ദാകിറുൻ, എപ്പോഴും ദിക്ർ ചെയ്യുന്ന നാവ്, എപ്പോഴും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന നാവ്. ഖൽബുൻ ഷാകിറുൻ, ശുക്ർ ചെയ്യുന്ന ഹൃദയം. അൽഹംദുലില്ലാഹ്, ഏതനുഗ്രഹം വന്നാലും ശുക്ർ ചെയ്യുന്ന ഹൃദയം. വബദനുൻ അലൽ ബലാഇ സാബിറുൻ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്ന ശരീരം. 4 വംറഅത്തുൻ ലാ തബ്ഗി ഹൗബൻ ഫീ നഫ്സിഹാ വമാലിക, നിന്റെ ധനത്തിലും ശരീരത്തിലും വഞ്ചന കാണിക്കാത്ത പെണ്ണ്. നിന്റെ ഭാര്യ നിന്റെ സമ്പത്ത് സൂക്ഷിക്കുന്നു, അവളുടെ ശരീരവും സൂക്ഷിക്കുന്നു. നിന്റെ നാവ് എപ്പോഴും ദിക്റിലാണ്, നിന്റെ ഹൃദയം എപ്പോഴും ശുക്ർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ബദൻ, അള്ളാഹു എന്ത് പരീക്ഷണം തന്നാലും ക്ഷമിക്കുന്ന അബ്ദാണ് നീ. ഇത് 4 കിട്ടിയവരെന്ന് കൈവക്കി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇല്ല, ചിലർക്ക് 3 കിട്ടി, ചിലർക്ക് 2 കിട്ടി, ചിലർക്ക് 1 കിട്ടി. എല്ലാം കിട്ടിയവർ പറയും, ആ 4മത്തത് ശരിയായിട്ടില്ല. ഏതാ 4മത്തത്? ആരാ? സഹധർമ്മിണി. ഇല്ലേ? അള്ളാഹു നന്നാക്കി തരട്ടെ. പിന്നെ ആരും കൈവക്കാത്തത് കൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എല്ലാവർക്കും ഈ 4 കിട്ടിയെന്ന് മനസ്സിലാക്കാം. അങ്ങനെ അല്ലെ? മഫ്ഹൂം മുഖാലഫ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, ഇല്ലേ? ഉസ്താദ്മാരിക്കും ഒന്നും പറയാൻ പറ്റൂല, അവരെയൊക്കെ ബഹുമാനിക്കണം, ഇല്ലേ? അള്ളാഹു തല 4 കിട്ടി സക്സസ് വിജയിക്കാൻ പഠിച്ച തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിത പങ്കാളി സാലിഹത്തായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. നോക്കൂ, ദാമ്പത്തിക ജീവിതം വിജയിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ സ്നേഹിക്കുന്നതിലൂടെയാണ്, അവൾക്ക് കരുണ കൊടുക്കുന്നതിലൂടെയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവൻ ജോഡികളെ, ഇണകളെ പടച്ചു തന്നു. നോക്കൂ, നമ്മുടെ ഇണ മൃഗമല്ല, നമ്മുടെ ഇണ ജിന്നല്ല, ശൈത്താനല്ല, ഇണ മലക്കുമല്ല. നമ്മുടെ ഇണ നമ്മളിൽ നിന്ന് തന്നെ അല്ലാഹു പടച്ച മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് സൂറത്തുൻ നിസാ അല്ലാഹു തുടങ്ങിയത് ഇത് പറഞ്ഞുകൊണ്ടാണ്. യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ,
നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. അവൻ നിങ്ങളെ സൃഷ്ടിച്ചു ഒറ്റ ശരീരത്തിൽ നിന്ന്. വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്ന് അതിന്റെ ഇണയെ അവൻ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഭൂമിയിൽ അവൻ ധാരാളം ആണുങ്ങളെയും സ്ത്രീകളെയും അവൻ പരത്തി സൃഷ്ടിച്ചു. നോക്കൂ, കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് അബൂന അബുൽ ബശർ ആദം. അള്ളാഹു ഖുർആനിലെ സൂറത്ത് സാദിൽ പറഞ്ഞത് ഖലഖ്തു ബിയദയ്യ, എന്റെ കുദറത്ത് കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു എന്തു പറഞ്ഞു? വനഫഖ്തു ഫീഹി മിർ റൂഹി, എന്റെ റൂഹിൽ നിന്ന് ഞാൻ ആദമിൽ ഊതി, എന്റെ റൂഹിൽ നിന്ന് ഞാൻ ആദമിൽ ഊതി. ഖുർആൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ പോയിന്റ് ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ റൂഹ് ആദമിൽ ഊതി. നമ്മുടെ റൂഹ് ആരുടെ റൂഹ? ആരുടെ റൂഹ? തികച്ചും ഇലാഹിയ, അള്ളാഹു നൽകിയതാണ് സുഹൃത്തുക്കളെ ഈ ജീവൻ. ഇതിനെ പരിപോഷിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ഓരോ ശ്വാസവും ഉച്ഛ്വാസവും അല്ലാഹ് അല്ലാഹ് എന്ന ദിക്റാക്കിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. അള്ളാഹു പടച്ചോൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൻ ഫതഹ ബാബ ദിക്രി, ആരെങ്കിലും ദിക്റിന്റെ കവാടം തുറന്നാൽ ഫതഹല്ലാഹു അലൈഹി ബാബൽ മഅരിഫ, അലിയാര് തങ്ങൾ പറഞ്ഞു, അള്ളാഹു ആധ്യാത്മികതയുടെ മാരിഫത്തിന്റെ കവാടം തുറന്നു കൊടുക്കും. ദിക്ർ തുറന്നാൽ, ദിക്ർ പറയാൻ തുടങ്ങിയാൽ അള്ളാഹു മാരിഫത്ത് നൽകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോക്കൂ, അബൂന അബുൽ ബശർ ആദമിന്റെ ശരീരത്തിലെ ഒരു സെല്ല് അള്ളാഹു എടുത്തു. അതിൽ നിന്നാണ് ഹവ്വ ഉമ്മയെ സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ലിലഇൻ, പെണ്ണിനെ അള്ളാഹു പടച്ചത് വളഞ്ഞ വാരിയല്ലുകൊണ്ടാണ്. വഇന്ന അഅവജ മാ ഫിൽ ലിലഇ അഅലാഹു, ഏറ്റവും വളഞ്ഞ വാരിയല്ല് ഏറ്റവും മുകളിലെ എല്ലാണ്. ഫഇൻ ലഹബത തുഖീമഹു കസർതഹു, നീ ആ വളഞ്ഞ വാരിയല്ല് ഒറ്റയടിക്ക് നന്നാക്കാൻ മുന്നോട്ട് പോയാൽ അത് ഒടിഞ്ഞു പോകും, പൊട്ടിപ്പോകും. വഇൻ തറക്തഹു ലം യസൽ അഅവജ, നീ അതിനെ ഉപദേശിക്കാതെ വിട്ടാൽ അതിന്റെ വളവ്, അതിന്റെ വക്രത കൂടിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ. ഫെമിനിസ്റ്റുകൾക്ക് ഈ ഹദീസ് ഇഷ്ടപ്പെടൂല. അള്ളാഹു പെണ്ണിനെ പടച്ചത് ആണിന്റെ വളഞ്ഞ വാരിയല്ലുകൊണ്ടോ എന്ന് വിമർശിച്ച് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു ഒരാള്. മുത്തു റസൂലുള്ള പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാ. എവിടെ വെച്ച് ഉറക്കെ പറയണം? ശാസ്ത്രം തെളിയിക്കട്ടെ, അല്ലെന്ന് ശാസ്ത്രം തെളിയിക്കട്ടെ. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, വളവും വക്രതയും ശുണ്ഠിയും മുൻകോപവും ഒക്കെ പെണ്ണുങ്ങൾക്കുണ്ടാകും. പക്ഷേ ഒരു സത്യവിശ്വാസി, ഒരു പുരുഷൻ അവളെ പാടെ വെറുക്കരുത്. ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിനാ, മുഅ്മിനായ മനുഷ്യൻ ഒരു മുഅ്മിനത്തായ പെണ്ണിനെ വെറുക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖറു, നിന്റെ ഭാര്യയുടെ ഒരു സ്വഭാവം നിന്നെ വെറുപ്പിക്കുന്നെങ്കിൽ അവൾക്ക് മറ്റനേകം സ്വഭാവമുണ്ട്, അത് നിന്നെ സന്തോഷിപ്പിക്കുന്നില്ലേ? ഖുർആൻ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ നല്ല മുആശറത്ത്, നന്നായി സഹവസിക്കണം. മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാന്യന്മാരല്ലാതെ ഭാര്യമാർക്കും മാന്യത കൊടുക്കുകയില്ല. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, ഭാര്യമാരെ ആക്ഷേപിക്കുകയില്ല ദുഷ്ടനല്ലാതെ. ഭാര്യയെ ചീത്ത പറയുന്നവൻ, ആക്ഷേപിക്കുന്നവൻ, തല്ലുന്നവൻ, മൃഗീയമായി അടിക്കുന്നവൻ ദുഷ്ടനാണ്, ലഈമാണെന്ന് മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളൊക്കെ പൊങ്ങാൻ തുടങ്ങി. ഞങ്ങളെ പറ്റിയുള്ള എല്ലാ ഹദീസും പറഞ്ഞു കൊടുക്കും ഉസ്താദേ, ഇല്ലേ? സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ ഒരു കെയർ അല്ലേ? നമ്മളെപ്പോഴും അവർ അന്വേഷിക്കുന്നുണ്ട്, അത് മതി അവർക്ക്, ആ സ്നേഹം കൊടുക്കുക. നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അറിയോ? ഏറ്റവും നല്ല സൽസ്വഭാവി ഭാര്യയോട് നന്നായി ഇടപഴകുന്നവനെന്നാ പറഞ്ഞത്. അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ പാവം ആ മനുഷ്യനെ സൽസ്വഭാവി എന്ന് റസൂലുള്ള പറഞ്ഞില്ല. പറഞ്ഞോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ?
അക്മലുൽ മുഅ്മിനീന ഈമാനാ, ഒരാളുടെ ഈമാന്റെ കമാലിയത്ത് അഹ്സനുഹും ഖുലുഖാ, സ്വഭാവം നന്നാകുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാകുന്നത്. ഖൈറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ മാന്യൻ പെണ്ണുങ്ങളോട് നന്നായി ഇടപഴകുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരോട് നന്നായി ഇടപഴകുന്നു. പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ ഒറ്റ ഭാര്യയെ തല്ലിയിട്ടുണ്ടോ? മാ ലറബ റസൂലുള്ളാഹി ഇംറഅതൻ ഖത്തു, അവിടുത്തെ ഭാര്യമാരെ ഒരിക്കലും തല്ലിയിട്ടില്ല. അള്ളാഹുവിന്റെ മുത്ത്, ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരെങ്കിലും തല്ലിയോ? ഒന്ന് കൈപൊക്കിക്കേ. അവിടെ ഒരാൾ കൈപൊക്കി, പടച്ച തന്നെ. ശരി, ഇനി തല്ലരുത്, ഇനി തല്ലരുത്. തല്ലിയിട്ടുണ്ടാവും, ഇനി തല്ലരുത്. അല്ലെങ്കിൽ തന്നെ പണ്ടത്തെ കാരണവന്മാര് തൊട്ടതിനൊക്കെ തല്ലുമായിരുന്നു, ഇല്ലേ? പണ്ടത്തെ കാരണവന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പള്ളിയിൽ നിൽക്കുമ്പോ അടുത്ത് മക്കള് പോയി നിന്ന എന്ന് പറഞ്ഞാൽ എന്താ? വാപ്പാടെ അടുത്ത് മക്കള് നിൽക്കാൻ പാടില്ല എന്നാ എന്റെ അർത്ഥം. ചില വാപ്പാമാർക്ക് ഇഷ്ടപ്പെടൂലായിരുന്നു മക്കൾ വന്ന് അടുത്ത് നിൽക്കുന്നത്. വസുവാസം എന്ന് പറയും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അവിടെ തുമ്മാനും ചാടാനും ഒക്കെ തുടങ്ങും. അതുപോലെ വാപ്പ സിറ്റ് ഔട്ട് ഇരുന്നാൽ മക്കൾ മുമ്പിൽ കൂടെ പോകാൻ പാടില്ല. വാപ്പാനെ കാണ്ടാമൃഗത്തെ പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്, ഇല്ലേ? പടച്ചോ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ഭാര്യമാരെ സ്നേഹിക്കണം. അത് ഇസ്ലാമിന്റെ പ്രിൻസിപ്പിളാ, നയവാ. ആത്മാർത്ഥമായി ഭാര്യമാരെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ സ്നേഹിച്ചു, അവിടുത്തെ ഭാര്യമാരെ തല്ലിയിട്ടില്ല. നോക്കൂ, എത്രയോ മാതൃക ഇസ്ലാമിലുണ്ട്. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വീട്ടിലേക്ക് ഭാര്യയെ പരാതി പറയാൻ ഒരാൾ വന്നു. വീട്ടിന്റെ വാതിൽക്കൽ വന്നിട്ട് തിരിച്ചു പോകുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൈകൊട്ടി വിളിച്ചു, സുഹൃത്തെ, എന്തിനാണ് പടിവാതിൽക്കൽ വന്നിട്ട് തിരിച്ചു പോകുന്നത്? എന്റെ ഭാര്യയുടെ നാവിന്റെ നീളം പരാതി പറയാൻ വന്നതാ. ഇവിടെ വന്നപ്പോ അങ്ങയുടെ ഭാര്യ ഉമ്മു കുൽസൂം അങ്ങയെ വല്ലാതെ ഉപദ്രവിക്കുന്നത് ഞാൻ കാണുന്നു. ഇതിനേക്കാൾ ഭേദം നമ്മളാന്ന് വിചാരിച്ച് തിരിച്ചു പോവുകയായിരുന്നു. ഹബീബെ, സുഹൃത്തെ, നിങ്ങൾ പിണങ്ങാതെ. ഞാൻ അവൾക്ക് പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക, അവൾ പറയട്ടെ, എന്നെ വിമർശിക്കട്ടെ, ഫൽസിക്കട്ടെ. ലിഹുഖൂഖില്ലഹ അലയ്യ, എനിക്ക് അവളോട് 5 വിഷയത്തിൽ കടമയുണ്ട്. 5 വിഷയത്തിൽ കടമയുണ്ട്. ഒന്ന്, ഇന്നഹാ ഹിർസും മിനന്നാർ, ഞാൻ നരകത്തിലേക്ക് പോകാതെ സംരക്ഷിക്കുന്നത് അവളാണ്. ഫബിഹാ തസ്കുനു ഖൽബി, എന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് എന്റെ ഭാര്യയിൽ നിന്നാണ്. ഒരു ഹറാമായ നോട്ടം പോലും ഉണ്ടാവാതെ സൂക്ഷിക്കുന്നത് എന്റെ ഭാര്യ എനിക്ക് തരുന്ന സ്നേഹമാണ്. ഒന്ന്. രണ്ടാമത്തത്, എന്റെ മക്കളുടെ തള്ളക്കോഴിയാണ് എന്റെ ഭാര്യ. എന്റെ കുഞ്ഞുങ്ങളുടെ ആശാകേന്ദ്രം, അഭയം എന്റെ ഭാര്യയാണ്. അവളാണ് കുട്ടികളെ കുളിപ്പിക്കുന്നതും അയൺ ചെയ്യുന്നതും സ്കൂളിൽ വിടുന്നതും ഫുഡ് എല്ലാം റെഡിയാക്കുന്നത്. 2. മൂന്നാമത്തത്, എന്റെ ഭാര്യ എന്റെ ഫുഡ് മേക്കറാണ്, എന്റെ അടുക്കളക്കാരിയാണ്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന രുചി, കറി, കൂട്ട് എന്റെ ഭാര്യ സംവിധാനിക്കുന്നു. 3. നാലാമത്തത്, എന്റെ ഭാര്യയാണ് എന്റെ വസ്ത്രം തിരുമ്മി തരുന്നത്, അയൺ ചെയ്തു തരുന്നു, ഇസ്തിരിയിട്ട് തരുന്നു. 5. എന്റെ ഭാര്യ എന്റെ ബാങ്കാണ്, എന്റെ സമ്പത്ത് മുഴുവനും അവൾ മാന്യമായി കൈകാര്യം ചെയ്യുന്നു. ഈ 5 വിഷയം എന്റെ ഭാര്യ എന്നോട് നീതിപൂർവം കൈകാര്യം ചെയ്യുന്നു. ഇനി അവൾ എന്നെ വിമർശിക്കുകയാണെങ്കിൽ വിമർശിക്കട്ടെ, ഞാൻ അവൾക്ക് അനുവാദം കൊടുത്തിരിക്കുക. അപ്പൊ വന്നയാള് പറഞ്ഞു, ഈ 5 കാര്യം എന്റെ ഭാര്യ എനിക്കും ചെയ്തു തരുന്നുണ്ട്, എന്നാ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈനമാഹിയലി മുദ്ദത്തിൻ കലീല, 55-60 കൊല്ലത്തേക്കല്ലേ ഉള്ളൂ, സഹിക്കും മനുഷ്യ. അപ്പോ അസ്സലാമു അലൈക്കും. ഇവിടെയാണ് ഇപ്പൊ കണ്ടോ, അൽഹംദുലില്ലാഹ്, നമ്മുടെ ഭാര്യമാരെ അംഗീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കൂലേ? അതോ 100 ഒട്ടകവും വിചാരിച്ചിരിക്കുവോ? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരോട് കടമകളുള്ളതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനോടും കടമയുണ്ട് കേട്ടോ. ഇത് വൺ വേ ട്രാഫിക് അല്ല, തിരിച്ചുമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നോക്കൂ, മറ്റെല്ലാ ഹദീസും മാറ്റിവെച്ച് ഈ ഹദീസ് പരിഗണിച്ചാൽ തന്നെ
ഏതെങ്കിലും പെണ്ണ് മരിച്ചു, ഭർത്താവിന്റെ പ്രീതി അവൾ സമ്പാദിച്ചെങ്കിൽ ദഖലത്തിൽ ജന്ന. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, അവൾ സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ പൊരുത്തം സ്വീകരിച്ചുകൊണ്ട് ഒരു പെണ്ണ് വഫാത്തായാൽ അവൾ സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ പ്രീതി മേടിക്കാൻ പെണ്ണിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ. ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ, ഷാഹിദാണെങ്കിൽ, സന്നിധനാണെങ്കിൽ പെണ്ണ് സുന്നത്ത് നോമ്പ് പിടിക്കരുത്. ഇല്ലാ ബിഇദ്നി, ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയല്ലാതെ. വലാ തഅദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നി, ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭർത്താവിന്റെ അനുവാദമില്ലാതെ അന്യപുരുഷരെ പ്രവേശിപ്പിക്കരുത്. കണ്ടോ ഒരു ഭാര്യയുടെ കടമയാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആളെ വീട്ടിലേക്ക് അനുവാദം കൊടുക്കരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നോക്കൂ, നോമ്പ് പിടിക്കരുത്, സുന്നത്ത് നോമ്പാണ് ഉദ്ദേശം. ഭർത്താവ് ഉണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനോട് പറയണം, ഞാനിന്നൊരു നോമ്പ് പിടിച്ചോട്ടെ. പിടിച്ചോ, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. നീ നോമ്പ് മുറിക്കുന്നവരെ ഞാനും ഇൻഷാ അല്ലാഹ് ഒരു പകുതി നോമ്പ്. എന്ത് ഹദീസാണ് സുഹൃത്തുക്കളെ, ഇതൊക്കെ ചിന്തിച്ചു നോക്കി. എന്താ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ അല്ലെ? തന്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരു ഹദീസ് കൂടി പറയട്ടെ. ഒരിക്കൽ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് ചോദിച്ചു, യാ ഫാത്തിമ അയ്യു ഷൈഇൻ ഖൈറുൻ ലിൽ മർഅ. മോളെ, ഒരു പെണ്ണിന് ഏറ്റവും ഖൈർ ഏതാണ്? ഒരു പെണ്ണിന് ഏറ്റവും നല്ലത്, നന്മ ഏതാണ്? അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞതെന്താണെന്നറിയുമോ? അല്ലാ തറാ റജുലൻ വലാ യറാഹാ റജുലുൻ. അല്ലാ തറാ റജുലൻ, പെണ്ണ് ഒരു ആണിനെ കാണാതിരിക്കലാണ്, അതുപോലെ ഒരാണും ആ പെണ്ണിനെയും കാണാതിരിക്കലാണ്. ഇതൊരു പെണ്ണിന് ഏറ്റവും ഖൈറാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പുന്നാര ഫാത്തിമയെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു, ബാപ്പയുടെ മോള് തന്നെ. എന്ന് പറഞ്ഞാൽ ബാപ്പയുടെ മോള് തന്നെ. ചില മക്കൾ ആ സന്താനങ്ങളിൽ നിന്നുള്ളവർ തന്നെയാ. എന്താ അതിന്റെ അർത്ഥം? സുഹൃത്തുക്കളെ, അവൾ ഒരു അന്യ പുരുഷനെ കാണാതിരിക്കുക, ഒരു അന്യ പുരുഷൻ അവളെയും കാണാതിരിക്കുക. പറഞ്ഞു മനസ്സിലായ എന്താണ്? തഖ്വയുടെ അങ്ങേയറ്റം. അള്ളാഹു പടച്ചോ നമുക്ക് സൂക്ഷിക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള സ്നേഹം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ. ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅ, ഞാൻ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു അൻ തസ്ജുദ ലി സൗജിഹാ, അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ. ഭർത്താവിന്, കണ്ടോ, ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞ, പെണ്ണെ നിന്റെ ഭർത്താവിന് പോയി സുജൂദ് ചെയ്യും. പക്ഷേ ഇസ്ലാം ഒരു സൃഷ്ടി സുജൂദ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. നോക്കൂ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചാൽ സുജൂദ് ചെയ്തോട്ടെ. എന്താ? അപ്പൊ പറഞ്ഞു, അവിടെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് ജനങ്ങൾ സുജൂദ് ചെയ്യുന്നു, അങ്ങല്ലേ ഏറ്റവും അർഹൻ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഹദീസ് പറഞ്ഞൊന്നും ചരിത്രത്തിന്റെ താളുകളിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് പറയാനുള്ളത്, ഭർത്താവിനെ ആത്മാർത്ഥമായി അനുസരിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം. ഒരു ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു പെണ്ണ് ഇന്നൽ മർഅത ഇദാ സ്വല്ലത്ത് ഖംസഹ, അവൾ 5 നേരം നമസ്കരിച്ചാൽ, വഹഫിളത്ത് ഫർജഹ, അവളുടെ ജനനേന്ദ്രിയം സൂക്ഷിച്ചാൽ, ഗുഹ്യഭാഗം സൂക്ഷിച്ചാൽ, വതഅത് ബഅലഹ, ഭർത്താവിനെ അനുസരിച്ചാൽ, വസാമത്ത് ഷഹ്റഹ, അവളുടെ റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ,